ഒരിക്കൽ ഒരു കഴുകൻ പറക്കുന്നതിനിടയിൽ വഴിതെറ്റി മരുഭൂമിയിൽ അകപ്പെട്ടു പോയി. കുറേ നേരം പറന്നിട്ടും അവന് ലക്ഷ്യം കാണാനോ മരുഭൂമിയിൽ നിന്ന് പുറത്ത് കിടക്കാനോ സാധിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിറകുകൾ തളർന്നു. അവൻ താഴേക്ക് പതിയെ പറന്നിറങ്ങി. പക്ഷെ അവൻ പറന്നിറങ്ങിയത് ഒരു മുൾപടർപ്പിനുള്ളിലായിരുന്നു. ചുറ്റും നോക്കി അവന് ഭയങ്കരമായി ദാഹിച്ചു. ഒരു ജലത്തുള്ളി പോലും ഒന്നും കാണാനില്ല. അവനാകെ പരവശനായി. ഭക്ഷിക്കാനൊന്നുമില്ല. അവൻ തളർന്ന് അവിടെ തന്നെ കിടന്നു. അങ്ങനെ ദുഃഖം സഹിക്കുകയ്യാതെ അവൻ ദിനരാത്രങ്ങൾ തള്ളി നീക്കി. അവൻ്റെ ഇതളുകൾ, അവൻ്റെ തൂവലുകളെല്ലാം പൊഴിയാൻ തുടങ്ങി. ഒന്നൊന്നായി അവൻ ക്ഷീണിച്ച് അവശനായി. അവൻ വിചാരിച്ചു, എല്ലാം തീർന്നു, എൻ്റെ ജീവിതം ഇത് അവസാനിക്കാറായി, ഞാൻ മരിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ഒരു പ്രാവ് അതിലൂടെ പറന്നു പോകുന്നത് കണ്ടത്. ഈ കഴുകൻ വളരെ വ്യസനത്തോടെ ഉറക്കെ സർവ്വശക്തിയും എടുത്ത് വിളിച്ചു, പ്രാവേ പ്രാവേ എന്ന്. ഉടനെ ശബ്ദം കേട്ട പ്രാവ് അവിടെ താഴ്ന്ന് പറന്നിറങ്ങി. പ്രാവ് ചോദിച്ചു, എന്ത് വേണം? കഴുകൻ പറഞ്ഞു, നോക്കുക, ഞാൻ രോഗിയായിരിക്കുന്നു, മുറിവേറ്റവനായിരിക്കുന്നു, ഞാൻ മരിക്കാറായി, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, നീ എങ്ങോട്ട് പോവുകയാണ്? പ്രാവ് പറഞ്ഞു, പരുന്തേ കഴുക, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴുകൻ ഈ പ്രാവിനോട് പറഞ്ഞു, പ്രാവേ, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ചോദിക്കാമോ, എനിക്ക് എത്ര നാളുകൾ കൂടി ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും, എൻ്റെ ദുരിതം എന്ന് അവസാനിക്കും എന്നൊന്ന് ചോദിക്കാവോ, അതെന്നെ ഒന്ന് അറിയിക്കാമോ എന്ന് ചോദിച്ചു. പ്രാവ് സമ്മതിച്ചു, വാക്ക് കൊടുത്തു. പ്രാവ് പറന്നകന്നു. പ്രാവ് നേരെ സ്വർഗത്തിലെത്തി. സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഒരു മാലാഖയെ കണ്ടു. മാലാഖയോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, മാലാഖേ, ആ കഴുകൻ ഇനി എത്ര നാൾ കൂടി സഹിക്കേണ്ടി വരും? ഉടനെ മാലാഖ പറഞ്ഞു, ആ കഴുകൻ ഇനിയൊരു 10 വർഷം കൂടി സഹിക്കേണ്ടി വരും. പക്ഷേ ഒരു പ്രതിവിധിയൊന്നുമില്ലേ ഇതിന് എന്ന് പ്രാവ് ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞു, ഒരു പ്രതിവിധിയുണ്ട്. അതായത് നീ പോയി കഴുകനോട് പറയുക, അവനോട് പറയുക, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ എല്ലാത്തിനും നന്ദി, ദൈവമേ എല്ലാത്തിനും നന്ദി, ഇങ്ങനെ പറയാനായിട്ട് ഉപദേശിച്ചു. പ്രാവ് തിരിച്ച് പറന്നു വന്ന് ഈ കാര്യം കഴുകനെ അറിയിച്ചു. വിശ്വാസമായില്ലെങ്കിൽ പോലും പിറ്റേ ദിവസം മുതൽ അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ എല്ലാത്തിനും നന്ദി എന്ന് പറയാൻ തുടങ്ങി. അവന് ദാഹിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ നന്ദി. അവന് വേദനിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ നന്ദി. അവന് വിശന്നപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ നന്ദി. അവൻ്റെ തൂവലുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുമ്പോഴും അവൻ പറഞ്ഞു, ദൈവമേ നന്ദി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ദേഹത്ത് പുതിയ തൂവലുകൾ മുളയ്ക്കാൻ തുടങ്ങി. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുമൂടി പെട്ടെന്ന് ഒരു മഴ പെയ്തു. ഉടനെ അന്തരീക്ഷമെല്ലാം ഒന്ന് തണുത്തു. മൊത്തം മാറ്റങ്ങൾ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവിടെ എല്ലാം ചെറിയ പുൽനാമ്പുകൾ മുളച്ചു. അപ്പോൾ കഴുകന് സന്തോഷമായി. അവൻ വെള്ളം ആവോളം കുടിച്ചു. മഴ പെയ്തപ്പോൾ അവിടെ കെട്ടിക്കിടന്ന വെള്ളമെല്ലാം കുടിച്ചു. ആ പുൽനാമ്പുകൾ അവൻ കൊത്തിപ്പറിച്ച് തിന്നു. അങ്ങനെ അവൻ ഉന്മേഷവാനായി. അവന് വളരെ ആരോഗ്യവാനായി അതിലൂടെ നടക്കാൻ തുടങ്ങി. പറക്കാറായില്ലും നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് പ്രാവ് വീണ്ടും, അതായത് 10 ദിവസം കഴിഞ്ഞ് പ്രാവ് തിരിച്ചു വന്നപ്പോൾ ഇതാ പ്രദേശത്തെ രീതികളെല്ലാം മാറിയിരിക്കുന്നു. മരുഭൂമിയുടെ സ്ഥാനത്ത് ഇതാ പുല്ലുകൾ മുളച്ചിരിക്കുന്നു. ഇതാ നോക്കിയപ്പോൾ കഴുകനിതാ സന്തോഷത്തോടെ നടക്കുന്നു. അവൻ്റെ ദേഹത്തെല്ലാം തൂവലുകൾ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് അത്ഭുതം തോന്നിയ ഈ മാലാഖ വീണ്ടും ഈ കഴുകൻ വീണ്ടും സ്വർഗത്തിലേക്ക് പോയി മാലാഖയോട് ചോദിച്ചു, ഇതെന്താ മാലാഖ ഇങ്ങനെ? നീ എന്നോട് പറഞ്ഞത് 10 വർഷം കൂടി അവൻ സഹിക്കേണ്ടി വരുമെന്നല്ലേ? ഇപ്പോൾ 10 ദിവസം ആയുള്ളല്ലോ, അവൻ്റെ സന്തോഷവാനായിട്ട് അതിലൂടെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. അവൻ്റെ വിധി, അല്ലെങ്കിൽ അവൻ 10 വർഷത്തേക്ക് അവന് സഹിക്കേണ്ടവനായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ 10 വർഷത്തെ സഹനം അവൻ 10 ദിവസം കൊണ്ട്
അത് സന്തോഷമുള്ള ഒരു ജീവിതമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പരാതിപ്പെടാതെ ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന വിശ്വാസത്തോടെ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ലഭിച്ച ജീവിതത്തിനും ലഭിച്ച ജീവനും ആരോഗ്യത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ മുളയ്ക്കും, പ്രത്യാശയുണ്ടാവും, ജീവിതത്തിന് അർത്ഥമുണ്ടാകും. നമുക്ക് വീണ്ടും ജീവിതത്തിൻ്റെ വിഹായസിലൂടെ പറന്നുയർന്ന് പറക്കാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.